നമ്മുടെ വീടിന് മുമ്പിൽ ഉള്ള മാവാണ്. സംഭവം വീഡിയോ മാവിൻ്റെ അല്ലെങ്കിലും കഴിഞ്ഞ വിഷുവിനെടുത്ത വീഡിയോ ആണ്. ഇതുവരെ ഇട്ടില്ല, അപ്പം ഇടാൻ തോന്നി. അതാ അച്ഛാ ഒരു പ്രാവശ്യം പോയിട്ട് കടയ്ക്ക് പോയി വന്നിട്ട് രണ്ടാമത് 5 മിനിറ്റിൽ തന്നെ പോവാൻ തോന്നി പറഞ്ഞതില് അച്ഛക്ക് എന്നോട് എന്താ തോന്നണത്? പുറം അവിലാക്കി കൊടുക്കപ്പെടും. ഈ അവിൽ എന്നുകൊണ്ട് അച്ഛൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? വിഷു ആയിട്ട് പറഞ്ഞ് കട തുറപ്പിച്ചിട്ട് പാലും. ഇന്ന് പായസം വേണ്ടെന്നൊക്കെ വലിയ ഡിമാൻഡ് കാണിച്ചിട്ട് ഉച്ചയായപ്പോൾ എല്ലാവർക്കും പായസ പൂതി. അച്ഛനോട് രണ്ടാമത് പറഞ്ഞ് പായസം വാങ്ങാൻ കടയിൽ പോയപ്പോൾ പാവം അവർ അടച്ചിട്ട് പോയതാണ് ഉച്ചയ്ക്ക്. മതി എന്ന് പറഞ്ഞത് അവരെ കൊണ്ട് നമ്മൾ തിരിച്ച് കട തുറക്കിപ്പിച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമൂലിൻ്റെ ഈ രണ്ടാമത് കട തുറന്നിട്ട് നമ്മുടെ കുട്ടിക്കാലം തൊട്ട് വളരെ പരിചയമുള്ള മുഖമാണ് അവർ രണ്ടുപേരും. അപ്പോൾ നന്ദി പ്രകാശനം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് കലാപരിപാടികൾ ആരംഭിച്ചു. പായസം വേണ്ടാന്നൊക്കെ ഭയങ്കര ഡിമാൻഡ് പറഞ്ഞിട്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിനേക്കാട്ടിലും ഡിമാൻഡായിരുന്നു. എല്ലാവരും കൂടെ കഴിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ചിങ്കനും ഏട്ടയുടെയും വരവ്. നമ്മൾ ആര് വരികയാണെങ്കിലും വീട്ടിലേക്ക് പാട്ടുപാടി നൃത്തം ചെയ്താണ് വരവേൽക്കാറുള്ളത്. നമ്മളെ വളരെ പരിചയമുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞങ്ങൾ കോയമ്പത്തൂർ പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് പായസം കുടിച്ച ചില വീട്ടു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവൾ എന്തൊക്കെയോ തള്ളി പറിക്കുന്നുണ്ട്. അതിനിടയിൽ മാങ്ങ പറിക്കാനുള്ള പ്ലാനൊക്കെ ആയി. അതിനുശേഷം സ്ഥിരമായിട്ടുള്ളൊരു യാത്രയാണ്. കോയമ്പത്തൂർ അന്നപൂർണയിൽ പോയിട്ടൊരു മസാല ദോശ ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നിർബന്ധമായിട്ടും വീട്ടിൽ കിട്ടുന്ന ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കാൻ തന്നെ എന്തിനാ പാലക്കാട് നിന്ന് കോയമ്പത്തൂർക്ക് ഡ്രൈവ് ചെയ്ത് പോകണമെന്ന് പലരും ചോദിക്കാറുണ്ട്. പക്ഷെ അതൊരു വേറൊരു സുഖം, ഒരു മനസുഖം. അങ്ങനെ വീട്ടിലേക്ക് വന്ന് ബാക്കി പായസം കൂടെ കഴിഞ്ഞു.